കേരള സർവകലാശാലയുടെ സെനറ്റിലേക്കുള്ള അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണറും ഇടപെട്ടപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ആ ഒരു നിയമ നടപടി റദ്ദാക്കിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രതികരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും മികച്ച റാങ്കിങ്ങുകൾ നേടി മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ പുറകോട്ട് വലിക്കുന്നതിന് കഴിയുന്ന തരത്തിലുള്ള നിരന്തര ഇടപെടലാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമസഭ ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ച ഒരു ബില്ലിൽ ഒപ്പുവെക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങൾ തന്നെ പിന്നിടുകയാണ്. അപ്പോൾ അത്തരത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയും അനാവശ്യമായിട്ടുള്ള വ്യക്തിപര ഇടപെടലുകൾ സർവകലാശാലകളിൽ നടത്തുകയുമാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലേക്ക് സെനറ്റിലേക്ക് വളരെ മോശമായ നിലയിൽ അക്കാദമിക് ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ എക്സലൻസോ പരിഗണിക്കാതെ ABVPക്കാരാണ് എന്ന ഒറ്റ കാരണത്താൽ ചില വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതി ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ വലിയ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഒക്കെ വന്ന് ഭവിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഈ മേഖലയുടെ ഗുണമേന്മ വർധനവിന് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സഹായിക്കാൻ ഉത്തരവാദിത്തമുള്ള അദ്ദേഹം ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് നിരന്തര ഇടപെടൽ നടത്തുന്നത് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്ത സന്ദർഭം മുതൽ യാതൊരുവിധ കാരണങ്ങളുമില്ലാതെ വലിയ പ്രജുഡിസോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്നോട് പ്രവർത്തിക്കുന്നത്. എന്താണ് കാര്യം എന്ന് പോലും എനിക്ക് അറിയില്ല. ക്രിമിനൽ എന്നുവരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, വിശേഷിപ്പിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേരളീയരെ ആകമാനം ക്രിമിനൽ എന്നൊക്കെ വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിയുക? അപ്പോൾ നിരുപാധികം എല്ലാ അധികാരങ്ങളും തന്നിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന ആ ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്ന് ജനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പല ഇടപെടലുകളും. രാഷ്ട്രീയമായി തന്നെ ഒരു തിരികെക്കയറ്റലാണ് നടന്നത് എന്നതിനുള്ള തെളിവല്ലേ ഇത്? തീർച്ചയായും രാഷ്ട്രീയമായിട്ടുള്ള തിരുകിക്കയറ്റലും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും തന്നെയാണ് ബഹുമാനപ്പെട്ട ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു അധികപ്പറ്റല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വിധി പ്രസ്താവങ്ങളും പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹം ഈ കാലയളവിനുള്ളിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു എടുത്തുചാടൽ സ്വഭാവം വളരെ പ്രകടമാണ് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു.